ഇന്നലെ നമ്മൾ കേട്ടൊരു വാർത്തയായിരുന്നു പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് ഓഫീസും അതിനു മുമ്പിലുണ്ടായ ഒരു സംഘർഷവും ഒക്കെ. ഇപ്പോൾ അതിൽ CPM പ്രവർത്തകർ ആ ഓഫീസ് കൈയടക്കിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. CPM പ്രവർത്തകർ തകർത്ത കവാടം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പുനഃസ്ഥാപിച്ചു. ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണയും നടത്തുകയാണ്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട് ഗൂഗിൾ, ഇന്നലെ ഏറെ നേരം സംഘർഷമുണ്ടായി, പോലീസ് ഇടപെട്ടു. അവസാനം ഈ മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്നു, അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എന്താണ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത്? സമാധാനം ഉണ്ടാക്കാൻ ഒരു വഴിയില്ലേ? ഇന്നലെ രാത്രി വീണ്ടും CPM പ്രവർത്തകർ ഇവിടെ വരികയും ഈ കൊടിമരവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഫ്രണ്ടിലുള്ള ആർച്ചും തകർക്കുകയും ഉള്ളിൽ കയറുകയും ചെയ്തു. അതിനുശേഷം ഒരു സംഘർഷ സാധ്യത ഇന്നലെ രാത്രി തന്നെ ഉടലെടുത്തു. DCC പ്രസിഡന്റ് അടക്കം ഇവിടേക്ക് വരികയും ഈ പ്രശ്നം ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉള്ളിലുള്ള CPM നേതാക്കളുടെ ഫോട്ടോ പിന്നീട് തഹസിൽദാർ ഇടപെട്ട് മാറ്റി. അങ്ങനെ പ്രശ്നം ഇന്നലെ രാത്രി ശാന്തമായി. ഇന്ന് രാവിലെ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകരെത്തി ഈ ആർച്ച് കവാടവും അതോടൊപ്പം തന്നെ കൊടിമരം സ്ഥാപിക്കുകയും ഇവിടെ പതാക ഉയർത്തുകയും ചെയ്തു. അത്തരത്തിലാണ് ഒരു RDOയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഇന്ന് 3 മണിക്ക് വെച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ കെട്ടിട ഉടമ ഈ കോൺഗ്രസിന്റെ ധർണയിൽ വരികയും അദ്ദേഹം തന്നെ വ്യക്തമാക്കി, താനിത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്. താൻ കരാർ എഴുതുമ്പോൾ മോഹൻകുമാർ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് താൻ ഇത് കോൺഗ്രസിന് നൽകിയത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ മോഹൻകുമാറിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം RDOയ്ക്ക് മുന്നിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന 3:30 നടക്കുന്ന യോഗത്തിൽ ഈ നിലപാട് പറയുമെന്നും അദ്ദേഹം ഈ സമരപന്തലിൽ വരികയും അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ നമ്മൾ CPMലെ പല നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ നമ്മളുടെ മൈക്കിലോ അല്ലെങ്കിൽ ക്യാമറയിലോ പറയുന്നില്ല എങ്കിൽ കൂടി വ്യക്തിപരമായി പറയുന്നത് ഇതിന്റെ പിന്നാലെ പോയി വലിയ പുലിവാലി പിടിക്കാൻ ഇല്ല എന്നുള്ളതാണ്. താങ്കൾ ഇപ്പോൾ നിയമപരമായി ലഭിക്കുകയാണെങ്കിൽ ഇത് ലഭിക്കട്ടെ, അല്ലാത്ത പക്ഷം ഏതെങ്കിലും തരത്തിൽ ഇന്നലെ ഉണ്ടായതുപോലെ ഒരു കയ്യേറ്റം അല്ലെങ്കിൽ കൈയടക്കൽ ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM നേതാക്കൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ, ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നില്ല എങ്കിൽ കൂടി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്. ഇപ്പോഴും ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, DCC പ്രസിഡന്റ് തങ്കപ്പനുണ്ട്. ഇപ്പോൾ ഉടമ തന്നെ വ്യക്തമാക്കിയത് കോൺഗ്രസിന് വേണ്ടിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസമായി? അല്ലെങ്കിൽ എന്താ ഞങ്ങളുടെ അത് എന്ത് ആശ്വാസം? അവനവൻ്റെ ഓഫീസ് അവനവൻ്റെ പറയുന്ന ഒരു ആശ്വാസം. ആരോ ഒരാൾ വന്നിട്ട് എൻ്റെയാണ് പറയുമ്പോൾ നിങ്ങളത് പൊലിപ്പിച്ച് കാണിച്ചു എന്നല്ലാതെ ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ്. സാങ്കേതികമായിട്ടുള്ള ഒരു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് CPM ഏറ്റെടുക്കാതിരിക്കുകയാണ് CPM നേതാക്കളുടെ മര്യാദ. കാരണം സംഘടനാ മര്യാദയ്ക്ക് ഒരാൾ കയറി പറഞ്ഞു അത് കോൺഗ്രസ് ഓഫീസ് CPM ആണ്. ഞാൻ പറയും ഒരു കാര്യമുണ്ട്, എനിക്ക് CPM എന്ന് ഒരാൾ കയറി വന്നിട്ട് എൻ്റെ ഓഫീസാണ് അവർ പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ പോകില്ല. അതൊരു മര്യാദയല്ല. കാരണം അവരുടെ ഓഫീസ് അവരുടെയാണ്, നമ്മുടെ ഓഫീസ് നമ്മുടെ. അതിൽ CPM നേതൃത്വം ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മാന്യമായിട്ട് വൈകുന്നേരം 3 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ് സംസാരിച്ചത്. നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലയിലേക്ക് പോകുമെന്ന് തോന്നുന്നു.